OLX നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. OLX എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടികൾ, അതായത് കാറോ ബൈക്കോ സംഭവങ്ങളൊക്കെ വിൽക്കാനും വാങ്ങാനും വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വിൽക്കാനും വാങ്ങാനൊക്കെ ഉപയോഗിക്കുന്നൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ആപ്പായിട്ടാണ് നമ്മൾ പലരും കാണാറുള്ളത്. പക്ഷേ OLX കൊണ്ട് വേറെ കുറേ ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ആ ഉപയോഗങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ തമ്പനയിൽ കണ്ടാൽ നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് ക്ലയൻസിനെ കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് പറ്റുന്നൊരു ആപ്പാണ് നമ്മുടെ OLX. അതായത് ഇപ്പോൾ നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യണം, ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഡിങ് ചെയ്യണം, അപ്പോൾ നിങ്ങൾക്കൊക്കെ ക്ലയൻസിനെ കണ്ടെത്തണം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് OLX ഒരു ആഡ് ഇട്ടാൽ മതി. അപ്പോൾ അത് കാണുന്ന ആൾക്കാർ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ച് നമുക്ക് ക്ലയൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പേഴ്സണലി ചെയ്ത് നോക്കിയിട്ടുള്ള സംഭവമാണ്. ഞാൻ പേഴ്സണലി ചെയ്യുന്ന വീഡിയോ എഡിറ്റിംഗാണ്. വീഡിയോ എഡിറ്റിങ്ങിന് ക്ലയൻസിന് ഞാൻ ഇഷ്ടംപോലെ OLX വഴി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. വീഡിയോയിൽ കിടക്കുന്ന ചാനൽ അറിയിക്കുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് നോട്ടിഫിക്കേഷൻ വിടുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചാൽ നമുക്ക് OLX വഴി തന്നെ ഫ്രീലാൻസ് ആയിട്ട് കുറച്ച് ക്ലയൻസിനെ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ച് ഈസി ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ കുറച്ച് ആളായിട്ട് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കുറച്ച് ക്ലയൻസിനെ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ആഡ് ഇടണം. ആഡ് കണ്ടിട്ട് നമുക്ക് മെസ്സേജസ് വരെയാണ് സാധാരണ ചെയ്യാറ്. അതായത് ഇപ്പോൾ നമ്മുടെ സർവീസസ് എന്താണ് ആ ഒരു ആഡിൽ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ആൾക്കാർ ആ ആഡ് കാണുകയാണെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ ആഡ് എങ്ങനെ ഇടാന്ന് കാണിച്ചു തരാം. ആദ്യം ഇവിടെ സെല്ല് എന്ന് പറഞ്ഞൊരു നടുക്ക്, ഇതിപ്പോൾ OLXൻ്റെ ആപ്പാണ്. അപ്പോൾ അതിൽ നടുക്കൊരു പ്ലസ് ഐക്കൺ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മോർ കാറ്റഗറീസ് എടുക്കുക, മോളിലേക്ക് സ്ക്രോൾ ചെയ്യുക, സർവീസസ് എടുക്കുക, അതർ സർവീസസ് എടുക്കുക. ഇവിടെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ വീഡിയോ എഡിറ്റർ എന്ന് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കൊടുക്കുന്ന സർവീസ് എന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ റീൽസ് എഡിറ്റർ എന്ന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചാർജസ് സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങളുടെ ലൊക്കേഷൻ കൊടുക്കണമെന്നില്ല. ലൊക്കേഷൻ ഓൾറെഡി നമ്മൾ ഇത് ആഡ് ചെയ്യുന്ന മുന്നേ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ഞാൻ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഗാലറിയിലത്തെ ഫോട്ടോസ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓൾറെഡി ഒരു ഫോട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ ചാർജസൊക്കെ എത്രയാണ്. ഇത് പണ്ടെങ്ങാണ്ട് ഉണ്ടാക്കിയ ഫോട്ടോ ആണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എങ്ങനെ ആഡ് ഇടാന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചതാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഫോട്ടോ ഞാൻ ജസ്റ്റ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ ആണിത്. അതായത് ഞാൻ ജസ്റ്റ് നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇത് പഴയൊരു ഫോട്ടോ ആണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കൊരു ഫോട്ടോ ഉണ്ടാക്കി വെച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം നിങ്ങളുടെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ലൊക്കേഷൻ ചോദിക്കും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ തൃശ്ശൂർ എന്ന് പറഞ്ഞ ലൊക്കേഷനാണ് കൊടുക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം ഇവിടെ നമ്മുടെ നമ്പറും പേരും വെരിഫൈ ചെയ്യണം. അതിനുശേഷം ഇവിടെ പോസ്റ്റ് നമ്പർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പോസ്റ്റ് നമ്പർ കൊടുത്താൽ നമ്മുടെ ആഡ് പോസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുമ്പിട്ട പോസ്റ്റാണ്. ഏകദേശം 393 വ്യൂവും 9 ലൈക്കാണ് ആ ഒരു പോസ്റ്റിന് കിട്ടിയേക്കുന്നത്. അതായത് ഇത്രയും ആൾക്കാർ ആ ഒരു പോസ്റ്റ് കണ്ടു. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ അവർക്ക് വീഡിയോ എഡിറ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ അവർ എനിക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലയൻസിനെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ എന്തായാലും അത്ര ഉണ്ടായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ വിടുക. പിന്നെ നിങ്ങൾ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുത്താം. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.